ഹലോ എവരി വൺ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് 2024 റിലീസായ ഒരു അടിപൊളി ഹൊറർ മൂവിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സിനിമയുടെ പേര് ടാരറ്റ് എന്നാണ്. ഈ സിനിമ എന്തുകൊണ്ടും കണ്ടിരിക്കണം, കാരണം അത്രക്കും കിഡുവാണ്. ചിത്രത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഫ്രണ്ട്സ്, അതായത് ഒരു 7 പേരടങ്ങുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ്. ഞാൻ ആദ്യം ഈ ഓരോരുത്തരെയും പേര് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം നമുക്ക് സ്റ്റോറി തുടങ്ങാം. ഇത് ഏലിസ്, അവളുടെ തൊട്ടടുത്തിരിക്കുന്നത് പേജ്, പിന്നെ ലൂക്കസ്, ഹേലിയ നമ്മുടെ കഥാനായികയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഗ്രാൻഡ്, പാക്സ്റ്റൺ, മാഡ്ലിൻ. ഏലീസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, അതുകൊണ്ട് തന്നെ അതൊന്ന് ആഘോഷിക്കാം എന്ന് വിചാരിച്ച് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഒരു വീട് വാടകയ്ക്ക് എടുക്കണം. വീടാണെങ്കിൽ സിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരം, ഒരു വലിയ കാട്, അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വലിയ വീട്. ആ വീട്ടിലാണെങ്കിൽ ഇവർ 7 പേരും. എന്നാൽ ഇവരിവിടെ വന്നിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ബിയറും മദ്യമെല്ലാം തീർന്നു പോകണം. എന്നാൽ പുറത്തു പോയി വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് ദൂരെയാണ്, അതുപോലെ തന്നെ രാത്രിയുമായിട്ടുണ്ട്. കിട്ടില്ലെന്നവർക്ക് അറിയാം. ഇത്രയും വലിയ വീടായിട്ട് ഇവിടെ ഒരു മദ്യക്കുപ്പി ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ കാണും, നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി എല്ലായിടത്തും തിരയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു വാതിൽ മാത്രം അടച്ചിട്ടിരിക്കുകയാണ്, അതായത് ലോക്കാണ്. അതിന് മുന്നിലായിട്ട് എഴുതിയിട്ടുണ്ട് കീപ്പ് ഔട്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ലൂക്കസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യൂരിയോസിറ്റി അധികമായതുകൊണ്ട് തന്നെ അവൻ ആ മുറി തുറക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ലോക്കെല്ലാം പൊട്ടിച്ച് അത് തുറക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴോ അവിടെ മദ്യക്കുപ്പി പോയിട്ട് ഒരു വെള്ളക്കുപ്പി പോലുമില്ല. പക്ഷേ അവിടെ മറ്റെന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള പുരാതനമായിട്ടുള്ള എന്തൊക്കെയോ വസ്തുക്കൾ. ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്നവർ ഇതുപോലെ പല രാജ്യത്തും പല സ്ഥലത്തും ചെന്ന് ഒരുപാട് വർഷം പഴക്കമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും നിഗൂഢത നിറഞ്ഞതൊക്കെ ആയ വസ്തുക്കളൊക്കെ ലേലത്തിൽ നിന്നും വാങ്ങിയും ഇതുപോലെ കൊടുന്ന് ശേഖരിക്കും. അവരായിരുന്നു ഇതിവിടെ ശേഖരിച്ചതും അതുപോലെ തന്നെ ആ റൂം പൂട്ടിയിട്ടതും. പക്ഷേ ഇവന്മാരിപ്പോൾ അത് തുറക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പാക്സ്റ്റൺ ഒരു മരത്തിൻ്റെ ബോക്സ് ഇട്ടിട്ടുണ്ട്. ആ ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു രാശിചക്രം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് വർഷം പഴക്കം തോന്നിക്കുന്ന കുറച്ച് കാർഡുകൾ. ആ കാർഡുകളിലെല്ലാം കൈകൊണ്ട് വരച്ച വിചിത്രമായ രൂപങ്ങളും. ഈ കാർഡ് ഉപയോഗിച്ചായിരുന്നു പുരാതന കാലത്ത് മനുഷ്യരവരുടെ ഭാവി പ്രവചിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലും നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. കാർഡുകൾ നിരത്തി വെച്ച് തത്തമ്മയെ കൊണ്ട് അതിൽ നിന്നും ഒരെണ്ണടിപ്പിക്കും, എന്നിട്ട് നമ്മുടെ ഭാവി പ്രവചിക്കും. അതേപോലെ അപ്പോൾ അവർ തിരഞ്ഞു വന്ന സാധനം അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ എന്തായാലും നേരം പോകണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് കളിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ഹീലിയനോട് അവരുടെ എല്ലാവരുടെയും ഭാവി പ്രവചിക്കാൻ പറയണം. ഹീലിയെ കാണുന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ ഇത് പഠിച്ചത് കൊണ്ട് അവൾക്കത് അറിയാം. ഇതിനായി അവർ ആ മുറിയിലെ മൊത്തം ലൈറ്റും ഓഫ് ചെയ്ത് മുഴുവനായും മെഴുകുതിരി കത്തിച്ച് വെച്ച് അവരതിന് തയ്യാറായി. പിന്നെ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകുന്നുണ്ട്. അതായത് വെറുതെ സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അത്. എന്നാൽ ഹീലിയ എല്ലാത്തിനും റെഡിയായി. അവൾ ആ ബോക്സ് പതിയെ തുറന്നതും അതിൽ നിന്നും എന്തോ അതീവ ശക്തിയുള്ള എന്തൊരു ആവി പോലെ പുറത്തേക്ക് വന്നു. ഇത് കണ്ട് ഹേലിയക്ക് എന്തോ പന്തികേട് തോന്നുന്നു. അവളിത് ചെയ്യില്ല എന്ന് പറയുകയാണ്. കാരണം മറ്റൊരാളുടെ ഡെക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. പക്ഷേ നമ്മുടെ ഏലീസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി അവളെ നിർബന്ധിക്കുകയാണ്. ആദ്യമായി ഏലീസിൻ്റെ ഭാവിയാണ് പ്രവചിക്കാൻ പോകുന്നത്. ഈ കളി എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിലുള്ള എല്ലാ കാർഡുകളും കമഴ്ത്തി വെക്കും, അതായത് അതിലുള്ള ചിത്രം കാണാത്ത വിധം. എന്നിട്ട് അതെല്ലാം ഓരോന്നോരോന്ന് എടുത്തിട്ട് വട്ടത്തിൽ അങ്ങനെ വെച്ചിട്ട് ബാക്കി വരുന്ന ഒരെണ്ണം ലാസ്റ്റത്തെ ഏതാണോ ആ ഒന്ന് നമ്മുടെ സെൻട്രലായിട്ട്, അതായത് ഇത്രയും നേരം വെച്ചതിൻ്റെ എല്ലാം സെൻട്രലായിട്ട് വെക്കും. അത് നോക്കിയാണ് നമ്മുടെ ഭാവി പ്രവചിക്കുന്നത്. ആദ്യമായി തന്നെ ഏലീസിൻ്റെ ഭാവിയാണ് പ്രവചിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏലീസിനാണ് ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡാണ് ലഭിച്ചത്. അവളൊരു തുലാം രാശിക്കാരിയാണ്. എന്തിനേയും കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കുന്നു. നീ ഇപ്പോൾ വിജയത്തിലേക്കുള്ള ഏണി കയറിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ നീ വിജയത്തിൽ നിന്നും താഴെ എത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ടാരറ്റ് കാർഡുകൾ ഈ പറയുന്നത് മൊത്തം കാര്യങ്ങളും മരണത്തെ സംബന്ധിച്ചല്ല. ഇതെല്ലാം ഓരോരുത്തരുടെ ഭാവിയിലെ വിജയവും പരാജയവും നോക്കുന്ന. ഇപ്പോൾ ഏലീസിൻ്റെ ഭാവി കേട്ടിട്ട് എന്തായാലും ഉയരത്തിലെത്തുമല്ലോ, ഞാൻ താഴെ വരാതെ അവിടെ തന്നെ നിന്നോളാം ഇതും പറഞ്ഞ് ഏലീസ് വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. അടുത്തതായിട്ട് മാഡ്ലിനാണ് വരുന്നത്. അവൾക്ക് ദ ഹാങ്ഡ് മാൻ അഥവാ തൂക്കിലേറ്റവൻ എന്ന കാർഡാണ് കിട്ടുന്നത്. ഇത് നിന്നെ ഒരു ഭീരുവായി കാണിക്കുന്നു. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കാതെ അതിൽ നിന്നും ഓടി മാറുന്നു. ചില സമയങ്ങളിൽ ഒരു കാരണവുമില്ലാതെ സാങ്കേതികപരമായി പരാജയപ്പെടുകയും ചെയ്യും. ഇത് കേട്ട് മാഡ്ലിൻ ഷിറ്റ്. ഇപ്പോൾ ഹീലിയെ പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഉടൻ തന്നെ പാലത്തിനടിയിൽ വെള്ളമായിരിക്കും. അതായത് വിജയം തൊട്ടു താഴെ തന്നെ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഇതേ സമയം ഇതെല്ലാം കേട്ട് ബോറടിച്ചിരുന്ന നമ്മുടെ പാക്സ്റ്റൺ ആവട്ടെ അവൻ മൂത്രയിക്കാന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോവാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അവരുടെയുള്ള ഒരു വാതിൽ തനിയെ ഇങ്ങനെ അടയും തുറക്കുകയും ചെയ്യണം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ പാക്സ്റ്റൺ അതിൻ്റെ അടുത്ത് ചെന്ന് ആ വാതിൽ പതുക്കെ പിടിച്ച് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല ഇരുട്ടാണ്.
ആ അറ്റത്തായിട്ട് 2 കണ്ണുകൾ മാത്രം കാണാൻ ഒരു മഞ്ഞ കളറിൽ. പാക്സിന് ആദ്യം ഒന്ന് പേടിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് അതായത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റും വന്നു. ഇപ്പം നോക്കുമ്പോഴോ കുറേ വേസ്റ്റ് സാധനങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. അമ്പട പുളിച്ചോ എന്നെ പറ്റിച്ചോ തോന്നിയതായിരിക്കാം. അടുത്തതായി പേജാണ് വന്നത്. അവൾക്ക് ഒരു മാജീഷ്യൻ്റെ കാർഡാണ് കിട്ടിയത്. ഈ മാസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. മാജീഷ്യൻ്റെ ബാഗ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഏത് സമയവും വഞ്ചിക്കപ്പെടാം. വ്യക്തമായി കാണുന്നതിൽ നിന്നും അത് നിങ്ങളെ തടയും. അതായത് ചതിയും വഞ്ചനയും എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ പേജിനും തൃപ്തിയായി ഭാവി കേട്ടപ്പോൾ. ഇപ്പോൾ പാക്സ്റ്റൻ്റെ ഊഴമാണ്. അവന് ദ ഫൂൾ എന്നെഴുതിയ ഒരു ജോക്കറിൻ്റെ കാർഡാണ് കിട്ടിയത്. പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ നിന്നെ ആപത്തിലേക്ക് നയിക്കും. വിശ്വസിക്കുന്നവരുടെ കൂടെ നിൽക്കണം. ചിലപ്പോൾ ഒരു പ്രശ്നം നിന്നെ കുടുങ്ങിയതുപോലെയോ അല്ലെങ്കിൽ പെട്ടിയിലിരിക്കുന്നത് പോലെയോ തോന്നിച്ചേക്കാം. പക്ഷേ പേടിക്കണ്ട, ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊന്ന് തുറക്കും. അതുപോലെ കൂട്ടുകാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ പാക്സ്റ്റൺ എടാ കണ്ടടാ ഫ്രണ്ട്ഷിപ്പ്. അടുത്തതായി ലൂക്കിൻ്റെ ഭാവി നോക്കണം. അവനൊരു വിളക്ക് പിടിച്ച രൂപവും ദ ഹെർമിറ്റ് എന്നെഴുതിയ കാർഡുമാണ് ലഭിച്ചത്. നിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ ഒരു മാറ്റമുണ്ടാകും. അതുപോലെ യഥാർത്ഥ സ്നേഹം വായുവിൽ ഇവിടെ എവിടെയോ ഉണ്ട്. എന്നിരുന്നാലും ഈ ഹെർമിറ്റ് അത് മോശം വിധിയെ സൂചിപ്പിക്കാം. അതായത് ഹെർമിറ്റിൻ്റെ വെളിച്ചം നിന്നെ തെറ്റായ പാതയിലേക്ക് നയിക്കും. നെക്സ്റ്റ് ഹീലിയയുടെ ബോയ് ഫ്രണ്ട് ഗ്രാൻഡ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീലിയ ഇപ്പോൾ അവനെക്കുറിച്ച് പറയുകയാണ്, നീ ഒരു ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, എപ്പോഴും ശരിയായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവനുമാണ്. ഇപ്പോൾ ഗ്രാൻഡിന് ദ ഡെവിൽ എന്ന കാർഡാണ് കിട്ടിയത്. ഇപ്പോൾ നീ ഇരുണ്ട പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ മാസം നീ ഭൂതങ്ങളെ അഭിമുഖീകരിക്കും. അതായത് ഒന്നുകിൽ ത്യാഗം ചെയ്യും, അല്ലെങ്കിൽ നീ റിസ്ക് എടുക്കും പ്രധാനപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നതിനു വേണ്ടി. ഇതെല്ലാം കേട്ട് ഗ്രാൻഡ് നീ നിന്റെ ഭാവി കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. കാരണം രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സങ്കടവും എല്ലാം ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. ഇതേ സമയം ഹീലിയ അവളുടെ സ്വന്തം ഭാവി നോക്കുകയാണ്. എന്നാൽ അവൾക്ക് ഡെത്ത് കാർഡ് എന്നെഴുതിയ കാർഡാണ് കിട്ടിയത്. അതായത് അവളുടെ പ്രണയം മരിച്ചു. പിന്നെ ഇതെല്ലാം അവരുടെ ജീവിതത്തിലെ ഭാവിയെയാണ് പറഞ്ഞത്, ഒരിക്കലും മരണവുമായി ബന്ധപ്പെട്ടല്ല. കളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ ആ ബോക്സ് തിരികെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് രാത്രി അവൻ ചന്ദ്രനെ കറുത്ത മേഘം കൊണ്ട് മൂടുകയും അതുപോലെ തന്നെ ആ ബോക്സ് തനിയായിരുന്നു. അതിന്റെ പുറത്തുള്ള രാശിചക്രം ഉണ്ടല്ലോ അത് ചുവന്ന നിറത്തിൽ കത്തുകയാണ്. അതോടെ ആ സീൻ കട്ടായിട്ട് നമ്മുടെ കഥയുടെ ടൈറ്റിൽ എഴുതി കാണിക്കണം. അപ്പോൾ ബർത്ത്ഡേയും പാർട്ടിയും എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരെല്ലാവരും തിരിച്ചു പോകണം. ഇപ്പോൾ ഏലീസിനെ അടിച്ചിട്ടുണ്ട്. അവളാണെങ്കിൽ ഹോസ്റ്റലിൽ ഒറ്റക്കാണ്. അതായത് ബാക്കിയുള്ളവരും എല്ലാവരും പുറത്തു പോയിക്കണം. അതേസമയം നമ്മുടെ ഏലീസ് കുളിയെല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് മുകളിലെ റൂമിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഉണ്ടാവുമല്ലോ, അതായത് പടിക്കെട്ട്, അത് നിലത്തിങ്ങനെ താഴ്ന്നു എടുക്കണം. അപ്പം അത് കണ്ടതോടുകൂടി തന്നെ നമ്മുടെ ഏലീസ് വിചാരിച്ചു തനിയെ വീണതായിരിക്കും എന്ന് വിചാരിച്ച് അവളത് തിരികെ അതുപോലെ തന്നെ വെക്കുന്നുണ്ട്. എന്നാൽ കിടക്കാൻ നിൽക്കുന്ന സമയത്ത് അതായത് നമ്മുടെ പേജ് അവളെ വിളിച്ചിട്ടില്ല. അപ്പം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ഡോറിൽ തള്ളുന്നതായിട്ട് അവൾക്ക് തോന്നി. തള്ളെന്ന് പറഞ്ഞാൽ ഒരു 1.5 തള്ളു. ഇപ്പോൾ അവളുടെ ജാതകത്തിൽ പറഞ്ഞാൽ അതായത് ക്യൂരിയോസിറ്റി കുറച്ച് അധികമാണല്ലോ. അതുപോലെ തന്നെ അവൾ ആകാംക്ഷയോടെ എന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ ഡോറ് തുറന്ന് പതുക്കെ വരികയാണ്. വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് അതായത് നേരത്തെ എങ്ങനെയാണോ ആ ലാഡർ കിടന്നത് അതേപോലെ തന്നെ താഴെ ഇറങ്ങി കിടക്കുകയാണ്. ഒപ്പം അതിൻ്റെ മുകളിൽ നിന്നും അവളുടെ കൂട്ടുകാരികളുടെ ശബ്ദത്തിൽ ആരോ ഓടി നടക്കുന്ന പോലെ തോന്നുന്നു. അപ്പം നമ്മുടെ ഏലീസ് വിചാരിച്ചു അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ പണിയാക്കാരൻ, ഞാൻ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഏലീസ് ആ ലേഡർ അങ്ങനെ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള ഫ്രണ്ട്സിൻ്റെ പേരെല്ലാം വിളിച്ചിട്ട് ആരും റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഏലീസിന് എന്തോ പന്തികേട് തോന്നുന്നു. അവളിത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏലീസിന് ഭയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമായിട്ട് എന്തോ ഒരു സാധനം, അതോ മനുഷ്യനാണോ അത് ജീവിയാണോ ഒന്നും അറിയില്ല, എന്തോ അവളുടെ അടുത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. ഈ കൂരി ഇരുട്ടിൽ എന്താണെന്ന് എങ്ങനെ അറിയാനാ? അതും രാത്രിയാണ്, ആരുമില്ല. ഒന്നോ ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ലൈറ്റെല്ലാം ഓഫ് ആവണം, അതായത് മിന്നി കത്താനും ഓഫ് ആവണം തുടങ്ങും. ഇതോടെ നമ്മുടെ ഏലീസിന് ചെറുതായിട്ട് പേടിയൊക്കെ വരികയാണ്. ഏലീസ് ആണെങ്കിൽ നേരെ താഴേക്ക് നോക്കി ഒന്ന് മുകളിലേക്കൊന്ന് പൊങ്ങിയതും അതായത് അവളുടെ മുന്നിലാകെ മെഴുകുതിരികൾ അങ്ങനെ കത്തിച്ച് വെക്കുകയാണ്. അതോടൊപ്പം അവൾ നേരത്തെ കണ്ട അതായത് അവളുടെ ഭാവി പ്രവചിച്ച ഒരു കാർഡുണ്ടല്ലോ, ഞാൻ പറഞ്ഞാലും നിങ്ങളോട് അത് ഓർത്ത് വെച്ചു. ആ കാർഡ് അവളുടെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ്. ഏലീസ് ആണെങ്കിൽ ആ കാർഡ് എടുത്തിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കാർഡ് മാറ്റിയതും അവളുടെ ബാക്കിൽ നിന്നായിട്ട് അതായത് ആ കാർഡിൻ്റെ ബാക്കിൽ നിന്നായിട്ട് എന്തൊരു സാധനം അവളെ പേടിപ്പെടുത്തുന്നു. അവൾ നേരെ ആ സ്റ്റെയറിൽ നിന്നും നിലത്തേക്ക് വീഴാണ്. നിലത്തേക്ക് വന്ന ഏലീസ് ആകെ എണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതായത് ആ സ്റ്റെയറിൽ നിന്ന് നേരെ വീണതല്ലേ. അതോടൊപ്പം ആ മുകളിൽ നിന്ന് ആ ജന്തു ആ സ്റ്റെയർ അങ്ങനെ കൈയോടെ പിടിച്ചിട്ട് നമ്മുടെ ഏലീസിനെ അതുകൊണ്ട് തന്നെ അടിച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ഏലീസ് മരിച്ചതറിഞ്ഞ് എല്ലാവരും എത്തി. എല്ലാവരും ഒരുപാട് സങ്കടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ പേജിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ
അങ്ങനെ രാത്രിയായിട്ടുണ്ട്. രാത്രിയായതും പേജിനാണെങ്കിൽ പേടി ഒറ്റയ്ക്ക് തങ്ങാൻ. അതുകൊണ്ട് തന്നെ അവൾക്ക് കൂട്ടായിട്ട് ഹേലിയും തങ്ങാമെന്ന് പറയാം. ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകണം. ഇതേ സമയം നമ്മുടെ മാഡിൻസിനെ വീട്ടിലേക്ക് വന്നതാണ് നമ്മുടെ ലൂക്കസ്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വല്ലാത്ത ഇഷ്ടത്തിലാണ്. പക്ഷേ അത് അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ നമ്മുടെ മാഡിൻസിനെ വീട്ടിലാക്കിയിട്ട് ലൂക്കസ് അങ്ങനെ തിരികെ പോവാണ്. ലൂക്കസ് വരുന്ന സമയത്ത് അവൻ്റെ ഭാവി പ്രവചിച്ചപ്പോൾ കണ്ടല്ലോ ഒരു ചിത്രം, ആ രൂപം അത് അവൻ്റെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ടതും നമ്മുടെ ലൂക്കസൊക്കെ പേടിക്കാണ്. അവൻ ഓടണം അവിടുന്ന്. അവൻ അങ്ങനെ ഓടി കേട് വന്ന് കിടക്കുന്ന ഒരു ട്രെയിനിലേക്ക് കയറി അവിടെ അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ രൂപം വീണ്ടും അവൻ്റെ മുന്നിലോട്ട് അങ്ങനെ വരികയാണ്. ലൂക്കസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ അങ്ങനെ പതിയെ ബാക്കോട്ട് ഇങ്ങനെ നടന്ന് നമ്മുടെ ട്രെയിനിൻ്റെ ഡോറിൻ്റെ സൈഡിലായി വന്ന് നിൽക്കുന്ന സമയത്തും പെട്ടെന്നായിരുന്നു അത്രയും നേരം കണ്ട ആ വിചിത്ര രൂപം അവൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരികയാണ്. ഇതോടെ നമ്മുടെ ലൂക്കസിൻ്റെ പിടുത്തം വിട്ട് അവൻ നേരെ വീഴുന്നതും തൊട്ടടുത്ത് കൂടെ വന്ന ട്രെയിൻ അവനെ തട്ടിത്തെറിപ്പിക്കണം. അങ്ങനെ ഈ നടന്ന മരണങ്ങളെല്ലാം വെറൊരു ആക്സിഡൻറ്റ് മാത്രമല്ല, ഇതിലെന്തൊക്കെയോ ദുരൂഹത ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ ഇതെല്ലാം ഒന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് പോലീസുകാർ അവരെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ ഇവരാവട്ടെ ചെറിയ കുട്ടികളെ പോലെ അച്ഛനും അമ്മയോടൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ഇതേസമയം നമ്മുടെ ഹീലിയ പറയാണ്, ഞാൻ നിങ്ങളോട് ഭാവി പ്രവചിച്ചില്ലേ, അതുപോലെയാണ് ഇതെല്ലാം നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതും അതും എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീലിയാവട്ടെ ലാപ്ടോപ്പിൽ ഒരുപാട് സെർച്ച് ചെയ്യണം. അതായത് ഇതുപോലെ മറ്റെവിടെയെങ്കിലും ഇതുപോലെ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതേസമയം ഇവർക്കൊരു വെബ്സൈറ്റ് ഇട്ടാണ്, അതായത് ആൽമ ആസ്ട്രോം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ. ഇവരെ കണ്ട നമുക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടും. അതുകൊണ്ട് തന്നെ ആ വെബ്സൈറ്റിൽ നിന്നും കിട്ടിയ ഒരു അഡ്രസ്സും വെച്ചിട്ട് ഇവരെല്ലാവരും കൂടി അവരെ തേടി പോവാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവരവിടെ എത്തിയെങ്കിലും നമ്മുടെ ആൽമ ആസ്ട്രോൺ അവരെ കാണാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ഹീലിയ അവരോട് പറയാണ്. അതായത് ആ വാതിലേക്ക് നിന്ന് അങ്ങനെ പറയുന്ന സമയത്ത് ഇത് കേട്ട നമ്മുടെ ആൽമ ആസ്ട്രോൺ ആ വാതിൽ തുറക്കണം. ഇതോടെ ഇതുവരെ എന്തെല്ലാം നടന്നോ അതെല്ലാം നമ്മുടെ ഹീലിയ ആൽമയോട് പറഞ്ഞു കൊടുക്കണം. ഇതേസമയം ആൽമ പറയാണ്, ഒരു ചരിത്രം 1000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരവരുടെ ഭാവി പ്രവചിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഈ ടാരറ്റ്. എന്നാൽ ഈ ടാരറ്റിൻ്റെ ഉത്ഭവം 1798 ഹംഗറി. ഒരു കർഷക സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ മകളും. ഭാവിയെ ഇത്രയും കൃത്യമായി പ്രവചിക്കാൻ ഒരാൾക്കും കഴിയാത്ത വിധം അവൾ പ്രവചിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. എന്നാൽ പ്രവചനത്തിൽ ഭാര്യയും മകനും പ്രസവത്തിനിടയിൽ മരിക്കുമെന്ന് ഭരണാധികാരിയോട് പറഞ്ഞു. എന്നാൽ വിധിയെ മാറ്റാൻ വേണ്ടി ജോത്സ്യയോട് ഭരണാധികാരി ആവശ്യപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും അവൾക്കത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവളെ നാടുകടത്താൻ ഭരണാധികാരി ഉത്തരവിട്ടു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു. പ്രസവത്തിനിടയിൽ ഭാര്യയും മകനും മരിച്ചു. ഇതോടെ ജോത്സ്യയുടെ മകളെ പകരത്തിന് പകരം എന്ന മട്ടിൽ ഭരണാധികാരി തൂക്കിക്കൊന്നു. ഇതോടെ ജോത്സ്യയുടെ ദേഷ്യം അടക്കാനാവാത്ത വിധം ഒരുപാട് ഉയർന്നു. അവൾ ദുർമന്ത്രവാദം ചെയ്തു, ആത്മഹത്യ ചെയ്തു. സ്വന്തം ജീവൻ ആ കാർഡുകളിൽ ബന്ധിച്ചു.